ഞാൻ സിറ്റിയിൽ എൻ്റെ ക്യാരക്ടർ നെയിം നീലൻ എന്നാണ്. പിന്നെ ഇങ്ങനെ സംസാരിച്ചൊന്നും എനിക്ക് പരിചയമൊന്നുമില്ല. അതെ, പ്രവർത്തിച്ച ശീലം. പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയത് വളരെ നല്ല കാര്യം. കാരണം വെച്ചാൽ നമുക്ക് സിറ്റിയിലും ഒരു സിങ്ക് കിട്ടും. കാരണം ഇവിടെ നമ്മൾ സിങ്കായ ഗെയിമിലും നല്ല രീതിയിൽ സിങ്ക് ആവും. അപ്പോൾ ഇത് എല്ലാവരും വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അത്രേ ഉള്ളൂ. റേഡിയോ നോക്കണമെന്നൊക്കെ പറയണം പിള്ളേർ കേട്ടോ ചാറ്റിൽ. അപ്പോൾ അടുത്തത് എന്നെ വിളിക്കല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഒരാളിരിക്കുകയാണ്. അപ്പോൾ ജുഗുറുവിനെ ഞാൻ വെൽക്കം ചെയ്യുന്നത് നമ്മുടെ പുതിയ മെമ്പറാണ് ജുഗുറുവിൻ്റെ ഇതിലോട്ട് കൊടുക്കാം ഞാൻ. ഇതാ ജുഗുറു. ഹായ് ഗായ്സ്, എൻ്റെ പേര് ജുഗുറു. കേൾക്കാവോ? അധികം ഞാൻ പറയുന്നില്ല, എനിക്ക് വിശക്കുന്നു. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. ഇനി ഒന്നും പറയാൻ വരുന്നില്ല, എനിക്ക് അറിഞ്ഞൂടാ. അവന് തുടക്കത്തെ ഹലോ കേട്ടപ്പോൾ ഞാനൊരു പ്രസംഗമൊക്കെ പ്രതീക്ഷല്ലേ പ്രാവോ. അപ്പം അത്രയും പവറിലൊക്കെയാണ് വന്നത് കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മള് ഇവിടെ സൗണ്ട് കേട്ടിട്ട് കുറേ ആൾക്കാർക്ക് സുഖം പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാൻ പറയണം. അപ്പോൾ അടുത്തായിട്ട് ഞാൻ കുറുപ്പിനെ വിളിക്കുന്നു. കുറുപ്പെ, വെൽക്കം. റിയൽ നെയിം ഇൻട്രൊഡക്ഷൻ. ഹലോ ഗൈസ്, എൻ്റെ പേര് ബ്രഹ്മദീപ്തൻ. എൻ്റെ ഇൻ ഗെയിം നെയിം കുറുപ്പ് എന്നാണ്. പിന്നെന്തുവാ, എത്രയും പേരെ കണ്ടതിൽ സന്തോഷം. പിന്നെന്താ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ. സമയം 2:45. പാപ്പം കഴിക്കണം. മൈക്ക് പോയെന്ന് പറയണം. മൈക്ക് അത് നീ ഞെക്കിയാണോ? മൈക്കിൽ ഞെക്കിയ? ഇല്ലല്ലോ. ഹലോ ഓക്കെ ആണോ? മൈക്ക് കേൾക്കാവോ? സെറ്റാണോ? ഓക്കെ. ചന്ദ്രൻ്റെ ഒരു കിടിലം വീഡിയോ വരുന്നുണ്ട്. ചന്ദ്രൻ ആക്ച്വലി ഒരു എത്ര നാളായി ഹാർഡ് ഡയറ്റ് എടുത്ത് തുടങ്ങിയിട്ട്? 7 മാസമായിട്ട് ഹാർഡ് ഡയറ്റാണ് അവൻ. ഈവൻ പുറത്ത് പോയാൽ പോലും അവൻ ഫുഡ് പോലും വേറെ ഒന്നും കഴിക്കുമൊന്നുമില്ല. അവൻ അത്രയും കീപ്പ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു വീഡിയോ വരുന്നുണ്ടല്ലേ? എന്നത്തേക്ക് ഇടും? ഈ ആഴ്ച ഇടും. അത്രയും നാൾക്ക് ശേഷം അവൻ ഒരു ഡയറ്റ് കട്ട് ചെയ്തൊരു ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഇന്ന്. മെലിഞ്ഞു. അതെ, എൻ്റെ മുഖം ഭയങ്കരമായിട്ട് അവൻ മുഖത്തെ ഫാറ്റ് ലോസ് ആയപ്പോൾ മുഖത്തെ ഫാറ്റ് ആണല്ലേ, അത് കണ്ടാലും പറയും. ഇവിടെ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. എല്ലാവരുടെയും വ്ളോഗ് വരുമോ നോക്കണം. നിങ്ങൾ എന്നെ മാത്രം കുറ്റം പറയല്ലോ. ഒരുപാട് ഞാൻ പറയാം. വ്ളോഗ് എടുത്ത് വില്ലംബ്രോ 1, ബാല എടുത്തിട്ടുണ്ടോ? ബാലൻ്റെ വ്ളോഗ് 2, വേറെ ആരാ? ചന്ദ്രൻ്റെ വ്ളോഗ് 3. ചന്ദ്രൻ ഇടും. കോച്ച് ഇപ്പം പോകുന്ന വഴിക്ക് വണ്ടിയിലിരുന്നിടും. അങ്ങനെ നോക്കണ്ട, അങ്ങനെ വണ്ടിക്കകത്തിരുന്നിടും. അത് ഉറപ്പാണ്, അങ്ങനെ ഇടും. അപ്പോൾ കുറേ വ്ളോഗ് വരാനുണ്ട്. എല്ലാ വ്ളോഗും റെഡിയല്ലേ? എല്ലാം റെഡിയല്ലേ? അവർ പുറത്തൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയതാ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുക്കാം. അതെ, ഫുഡ് വരുന്നുണ്ട്. എടാ, എനിക്ക് നിങ്ങളെല്ലാവരും വാരി തന്നാൽ മതിയേ കേട്ടാ, ഞാൻ അങ്ങനെ കഴിച്ചോളാം. ആണല്ലേ? അപ്പോൾ പിന്നെ ഒരെണ്ണം ഞാൻ എടുക്കാം. നേരത്തെ തിന്നതല്ലേ. ബോബോട്ടില്ലേ? ബോബ് ഇരിക്കുന്നില്ല. എന്ത് അവൻ? ഇത് നല്ല ചേട്ടാ. മറ്റേ കല്യാണത്തിനൊക്കെ ഇങ്ങനെ പോകില്ലേ, ഇങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ നമ്മളിങ്ങനെ എല്ലാവരും കാണിച്ച് പോകില്ലേ, അതുപോലെ പോട്ടെ. കല്യാണം പോലെ പോട്ടെ. കല്യാണം പോട്ടെ. പോട്ടെ.
എടാ ക്യാമറ അടുത്ത് വരുമ്പോൾ ഡീസൻ്റ് ആയിട്ട് കഴിക്കണേ കേട്ടാ. ക്യാമറ അടുത്ത് വരുമ്പോൾ ഡീസൻ്റ് ആയിട്ട് കഴിക്കണേ. പയ്യെ ആ കല്യാണം പോലെ ആ പോട്ടെ. ടോർച്ച് അടിച്ചു തരണം. ആംബിയൻസ് വേണമെങ്കിൽ ഞാൻ ഇവിടുന്ന് ഫ്ലാഷിങ്ങിന് അടിച്ചു തരാം. ആ പോട്ടെ. എടാ ഇതൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് കട്ട് ചെയ്തെടുക്കണേ ബാല. മറ്റേ കല്യാണത്തിന് പണ്ടത്തെ കല്യാണത്തിനൊക്കെ കാണിക്കൂലേ? വിനീതൊക്കെ വരാണ്ട് പോയി. അത് പണ്ടത്തെ കുറെ പാട്ടുകളുണ്ടല്ലോ അവിടെ മറ്റേ ഈ കല്യാണത്തിനൊക്കെ ഇടുന്ന എഡിറ്റർക്ക് അറിയാലോ. എടാ എന്നാലും ഈ കല്യാണ കട്ടിലൊക്കെ ഇടുന്ന പാട്ടുകളില്ലേ? എനിക്ക് അങ്ങനെ വെച്ചാലൊന്നും വരില്ല. അയ്യോ അങ്ങനെ എന്താ വരാത്തത് നിനക്ക്? നാണമാണോ അവന്? എ പി എവിടെയാണ്? എല്ലാരും എ പി എവിടെ ഉണ്ട്. ഇവിടെ ഇവനെ ഒന്ന് എ പി ഒന്ന് കാണിച്ചു കൊടുക്കും. ഇവിടെ ഇരിപ്പുണ്ട്. സമാധാനം തരണില്ലേ ചാറ്റില്. അപ്പാപ്പൻ ഫാൻസ് എവിടെ? ഓ മെന്നി ഇവിടെ ഉണ്ടല്ലേ. ആ മെന്നി ഒന്ന് കാണിച്ചു കൊടുക്കൂ. മെന്നിയൊരു ഇല ഇട്ട് കൊടുക്കണേ. മെന്നിക്ക് വിർച്വൽ സദ്യയാണ് ഇന്ന് വിർച്വൽ സദ്യയാണ് മെന്നിക്ക്. എല്ലാവരും മെന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വയസ്സായ മനുഷ്യനല്ലേ, ഓടിയെത്താനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അയ്യോ ഞാൻ കഴിച്ചോളാം. കസിൻസ് അവരെല്ലാം വരാറുണ്ട്. ഇവരെ ക്രൂവിനെ ഒന്ന് കാണിച്ചു. ക്രൂവിനെ അതെ ഇരുന്നോളായിരുന്നു. ഇതാണ് നമ്മുടെ ഗൈസ് ഇവിടുത്തെ പരിപാടി എല്ലാം അറേഞ്ച് ചെയ്ത ക്രൂ. ഇവരെല്ലാവരുമാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ആദ്യമായിട്ട് ഒരു IRL ഡോക്ടറെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള കുറേ ഇതുണ്ടായിരുന്നു. പക്ഷേ ഇത്ര അടിപൊളിയായിട്ട് ചെയ്തിരുന്നത് അതാ ഞാൻ പറഞ്ഞത്. എല്ലാവരും മറ്റേ കല്യാണ ചോട്ട് പോലത്തെ ഒരു സാധനം എടുത്തു വെച്ചേക്കാൻ. എൻ്റെ വ്ളോഗ് പ്രൈവറ്റ് ആണ്. രാത്രിയിലത്തെ പരിപാടി മാത്രമേ ഉള്ളൂ. നിന്റെ വ്ളോഗ് രാത്രിയിലത്തെ പരിപാടി മാത്രമേ ഉള്ളത്. പ്രൈവറ്റ് വ്ളോഗാണ്. പുറത്ത് വിടാൻ പറ്റത്തില്ല. അതെ എൻ്റെ വ്ളോഗ്. അപ്പൊ അത് ആർക്ക് കാണാൻ വേണ്ടി എടുക്കണം? എനിക്ക് തന്നെ കാണാം. ഒരു വ്ളോഗിന്റെ കാര്യത്തിലുള്ള തീരുമാനം നിങ്ങൾ കേട്ടല്ലോ. ആണോ? ഈ ഒരു കോംബോ നിങ്ങൾ നോക്കിയേ. ഈ ഒരു കോംബോ നിങ്ങൾ കണ്ട ഇത് എനിക്ക് എന്തൊക്കെയോ ഓർമ്മ വരുന്നത് കേട്ടോ. അയ്യോ സത്യമായിട്ടില്ല ഇങ്ങനൊരു നിമിഷം. ഇത് ഭയങ്കര അപൂർവ നിമിഷമാണിത്. പിന്നെ എന്തൊരു നിമിഷമല്ലേ അത്. സ്നൈപ്പിനെ കാണിക്കുന്നത് സ്നൈപ്പ് സ്നൈപ്പിനെ കാണിക്കുന്നത്. സ്നൈപ്പ് ഇപ്പൊ ചാറ്റ് കത്തി ഓൾറെഡി. ഓ ഇപ്പൊ ചാറ്റില് ഡാമിറ്റാണ്. അത് സമയം എടുക്കുക. എടാ തോമ എന്തിയെ? തോമയ്ക്ക് ഫുഡ് കൊടുത്തില്ലേ? തോമ കഴിച്ചില്ലേ? തോമ എന്തിയെ? എന്താ തോമ എവിടെ? നീയാണ് തോമ. ബ്രോ ഇന്ന് വരുമോ? ഒന്ന് പഠിപ്പിച്ചു കൊടുക്കട്ടെ. അപ്പൊ കോച്ചിന് സദ്യ പറ്റി അറിഞ്ഞൂടാ. ഇതിനെപ്പറ്റി എനിക്കും വലുതായിട്ട് ധാരണയില്ല. എന്നാലും പറഞ്ഞുതരാം. ഇത് ഉപ്പേരി, ഇത് ബനാന ചിപ്സ്, ഇത് ശർക്കര വരട്ടി, ഇത് പഴം ബനാന, ഇത് ഉപ്പ് സോൾട്ട്, ഇത് പിക്കിൾ, ഇത് മാങ്ങ അച്ചാറ്, ഇത് നാരങ്ങ അച്ചാറ്, ഇത് ഇഞ്ചി കറി, ഇഞ്ചി ജിഞ്ചർ ജിഞ്ചർ ജിഞ്ചർ. ഇതെന്ത് ഈ പിങ്ക് കളറുള്ള സാധനം എന്താ? ഓളൊന്നും അല്ലത്. കാലനാ? ഓളം കാലം നീലനാ? ലോലനാ? എന്താ നിനക്കൊക്കെ? ഈ കളർ ഇതെന്താ സാധനം? പച്ചടി അല്ലടാ ഈ പിങ്ക് കളറ്. ഇതെന്താ സംഭവം? കിച്ചടി. ആ കോച്ച്, ദിസ് ഈസ് കിച്ചടി കോച്ച്. ഇത് പച്ചടി. കാലന്റെ അണ്ടി. ഞാൻ ഇത് വാട്ട് ഈസ് ദിസ്? ഇതെന്താ ചേട്ടാ? കാളൻ. ഇത് തോരൻ. ക്യാബേജ് തോരൻ. ഇത് ക്യാബേജ് തോരൻ. ഇത് അവിയല്. ഇത് പിന്നെന്ത്? മധുരത്തിന്റെ മധുരക്കിഴങ്ങാ? ഏത്? ആ ശരിയാ, ഇതാ അവിയലല്ലേ? ഇത് കപ്പ വരട്ടിയൊന്നും അല്ല. ഇതൊക്കെ ആറന്മുള സദ്യ രീതിയാണ്. ഇത് കപ്പ വരട്ടിയൊന്നും അല്ല. ഇത് കപ്പ വരട്ടിയൊന്നും അല്ല. ഇത് അവിയലല്ലേ? ഇത് അവിയലല്ലേ? ഇത് കപ്പ വരട്ടിയതല്ലേ? ഇത് അവിയലല്ലേ? ഇത് കപ്പ വരട്ടിയതല്ലേ? ഇത് അവിയലല്ലേ? ഇത് അവിയലല്ലേ? ഇത് കപ്പ വരട്ടിയതൊന്നും അല്ല.
പിന്നെ കോച്ച് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളുടെ ഇതെല്ലാം തിന്നാൻ പറ്റും, ചത്തുപോകില്ല. എന്താണെങ്കിലും ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്യാം, മനസ്സിലായോ? മിക്സ് ചെയ്ത് കഴിക്കാം. അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല, എല്ലാം അങ്ങ് തിന്നണം. എനിക്ക് തരിയാം. പിന്നെ നമ്മൾ എത്ര വർഷമായിട്ട് കഴിക്കണം? പിന്നെ എത്ര വർഷമായിട്ട് നമ്മൾ സദ്യ കഴിക്കാൻ തുടങ്ങിയിട്ട്? പിന്നല്ലാതെ എന്താടാ എന്ത് പറ്റി? അതെ, അങ്ങനെ ആവില്ല. എല്ലാവർക്കും ചോറ് കൊടുക്കണം. ചോറ് വേണം, ചോറ് വിളമ്പി കൊടുക്കണം. ഞാൻ വിളമ്പി തരാം. എല്ലാവർക്കും ചോറ് വിളമ്പി തരാം. വില്ലുമോൻ വില്ലുമോൻ എന്ത് ചെയ്യുന്നു? വില്ലുമോനെ ചോദിക്കണം എല്ലാവരും. വില്ലുമോനെ ചോദിക്കണടാ. എനിക്ക് സമാധാനം തരുന്നില്ലടാ. എന്തെങ്കിലുമൊക്കെ പറയടാ. ഒന്നുമില്ല പറയാൻ. എല്ലാരും ഫുഡ് കഴിക്കുക. എല്ലാരും നമ്മുടെ കണ്ടിട്ട് ചോറ് ഒന്ന് ബൈ. ചോറ് ചേട്ടാ, രണ്ടുപേർക്ക് ഞാൻ വിളമ്പി കൊടുക്കും. ഒന്ന് തരുമോ? കുഴപ്പമില്ല, വിട്ടു. നമ്മൾ വിളമ്പിലൊക്കെ പോണവരെ. ഇവിടെ മതിയോ? കുറച്ച് വേണം. എന്നാ പിന്നെ അധികം പറഞ്ഞൂടെ? എന്നാടാ ആളെ നോക്കി തരാം. ഇത്ര മതിയോ? സെക്കൻഡ് എത്ര വേണം? ആളെ നോക്കിയല്ലേ പോരെ? വേണമെങ്കിൽ പറയാനാടാ. ലേശം ചോറ് മോര് ഇത്ര മതിയോ നിനക്ക്? ഡയറ്റ് ആയിരുന്നു. എന്നാ പിന്നെ കുറച്ച് വരി വണ്ടിനകത്ത് ഇട്ടോ. ലേശം മതിയോ? ഡോക്ടർ എത്ര വേണമെന്ന് പറയണേ. ചോറ് എല്ലാം ബ്രോ. എനിക്ക് 100 ഗ്രാം ആണ്. 100 ഗ്രാം 100 ഗ്രാം ഇടേ ഉള്ളൂ. 100 ഗ്രാം 100 ഗ്രാം ആണ്. എത്ര? 100 ഗ്രാം. ഓ, എന്തൊക്കെ നിനക്ക് അളവെന്ന് പറയുമ്പോ എത്ര? 1000 കിലോ? 1 കിലോ? കുറച്ചുകൂടി 1 കിലോ കൂടുതലിടില്ല. കുറച്ച് പറ്റും. കുറച്ചുകൂടെ 1.5 തവി കവിയാതെ. ഓക്കെ. പപ്പടം പുറകെ വരും, മനസ്സിലായോ? ചോറ് വേണ്ടതൊരു ചോദിച്ചോ കേട്ടോ. ചോറ് തീർന്നല്ലോടാ. തോമ എന്തിയടാ? തോമ വാ. കുറച്ച് ചിക്കൻ ഫ്രൈയാ സദ്യക്കാ? മതിയോ? പറയണേ. ജസ്റ്റ് ഒന്ന് മടക്കി പിടിച്ചോടാ.
ചിപ്സ് കിട്ടിയില്ല? കിട്ടിയില്ല? എന്തോ ചോറില്ല, തികയത്തില്ല, അതുകൊണ്ടാ. സോറി. ഞാൻ ഒരു സൈഡിൽ നിന്ന് വിളമ്പി വന്നപ്പോഴത്തേന് ഇവിടെ തീർന്ന്. ഇവിടെ ഒന്നുമില്ല, പ്ലേറ്റിലൊന്നുമില്ല, അതല്ലേ കുറച്ച് മതി. ഇവിടെ ചോറ് മാത്രമല്ലല്ലോ, ഫ്രഷ് ഇലയിൽ എന്തൊക്കെ ഇടണോ അതെല്ലാം വേണ്ടേ? ഇല്ല, എന്നാലും കുറച്ച് എൻ്റെ സന്തോഷം. ഇത്രയും കൂടെ, ഇത്ര. എന്താ പപ്പടം വേണോ? പപ്പടം വേണം. എല്ലാം ഒരു ഇല പുതിയത് തരാമോ? പുതിയ ഇലയാ? എടാ എൻ്റെ ഫോൺ ഞാൻ ആരെല്ലാം തന്നേ? ആ ഞാൻ വിളമ്പി കഴിച്ചോളാം. നിങ്ങൾ കഴിച്ചോ. ചാറ്റൊക്കെ എതിരാണ് നിനക്ക്? അതെ. മെന്നി വീഡിയോ കോൾ ചെയ്യുന്നു. മെന്നി അതെ ഇവിടെ ലൈവിൽ മെന്നിയെ കാണാം. നിനക്കറിയാലോ നീ വരാൻ പറ്റാത്തൊരു കണ്ടീഷനെ പോലെ ഉറപ്പായിട്ടും വന്നേരം. മിസ് യു ഓൾ. ഇവിടെ ഒരു മിനിറ്റ്. ഇവിടെ എല്ലാരും ഉണ്ട്. തിരക്കാണ്. സദ്യ എടാ എല്ലാവർക്കും മെന്നിയുടെ വക ഹാപ്പി ഓണം. എല്ലാവർക്കും. ഇല്ലില്ല കോച്ച് പറ്റില്ല അവസാനം. പോവ്. ഇല്ലില്ല നമ്പറില്ല. ഓക്കെ. മെന്നി നമ്പർ ലീക്കായ ഒരു 50,000 കോള് വരും. ഇപ്പൊ ഒന്ന് നോക്കിയേക്കണേ. ഉണ്ട്. ലാസ്റ്റ് ഉണ്ട്. ഓക്കെ. കട്ട് ചെയ്ത് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. കട്ടിയത്. എടാ ഇവർക്ക് ചോറിട്ട് കൊടുത്തില്ലല്ലോ. എടുത്തു. ഞാൻ കഴിക്കാമല്ലോ. വിനീതൊക്കെ വരട്ടെ. ഞാൻ കഴിച്ചു. അമ്മ വെളിയിലോട്ട് പോയാ. എടാ ചോറ് എടുത്ത്. ആ എന്താ? ആ ആണോ? ഓ ഗൈസ്, അപ്പോൾ ഒരു ചെറിയ ഡിലേ. ഇതാണ് ഫുഡ് കഴിക്കണത്. നിങ്ങളെ വെച്ച് പോസ്റ്റ് ആക്കണില്ല ഞാൻ. എല്ലാവരും ഫുഡ് കഴിക്കട്ടെ. കിടില സ്ഥലമാണ് കേട്ടോ ഇവിടെ. വിഷയം ആംബിയൻസ് ആണ്. നോക്ക്, വെളിയിലോട്ട് നോക്കിയേ, കാണിച്ചു തരാം. എൻ്റെ അമ്മോ, നിങ്ങൾക്ക് കാണാമോ? എന്നെയാണോ കാണിക്കണേ? ക്യാമറ സ്വിച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്ഥലം അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുമോ ചേട്ടാ? ഇവിടെ എല്ലാം സ്ഥലം കണ്ട? കോൾസാരക്ക്. ഞാൻ വിളിച്ചു നോക്കാം. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ റിബലിനെ ഒന്ന് വിളിച്ചോട്ടെ. നമ്പറില്ലല്ലോ, നമ്പർ കാണത്തില്ല. റിബലെ, ഇവിടെ IRL ലൈവിൽ എല്ലാവരും നിന്നെ വിളിക്കാൻ പറഞ്ഞ്. ഇത് ഓഡിയൻസ് കുറേ പേര് നിന്നെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതാ അവരെയും കൂടെ കാണിച്ചു തരാം. വന്നില്ല കേട്ടാ. എടാ ഇത് പുതിയ മെമ്പർ ജുഗുറു. ഇത് സെക്കൻഡ് പുതിയ മെമ്പർ. ഫ്രാഡ്, പണ്ടത്തെ ഫ്രാഡ് അവൻ. അണ്ണാ പുതിയ മെമ്പറാ. ഞാനും പുതിയതാണ്. പറയാൻ പോലും വയ്യല്ലോടാ നിനക്ക്. ഇല്ലണ്ണ പച്ച രാവിലെ തൊട്ട്. നാളെ പുതുസ്
എടാ ഇത് കോച്ചിന്റെ കൂടെ ഉള്ള ഏജ് ഇത് നമ്മുടെ അറിയാലോ ഡോക്ടർ ബാക്കി AKF-ലെ ഇത് ഹാപ്പി വേണം. ഡയറ്റ് ഒന്നും പോയില്ല, 100 ഗ്രാം. ഇവിടെ തോമ ഹാപ്പി വേണം. ഹാപ്പി വേണം. എടാ ഇത് പുതിയ മെമ്പർ LX. ഇത് ജൂഡ് ഹാപ്പി വേണം. ഹാപ്പി വേണം. ലോലൻ സാവേജ്. നമസ്കാരം. പുതിയ എടാ ഇത് ആഷ് ബ്രൂട്ടൽ. ഇത് ഡോർക്കി. ഇത് കുറുപ്പ്. ഇത് നീലൻ. എടാ അപ്പോൾ എല്ലാവരും ചാറ്റിലെല്ലാവരും പറഞ്ഞു നിങ്ങളിവിടെ കോൾ വിളിക്കാൻ പറഞ്ഞു. അതാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ ഹാപ്പി ഓണം വിളിയാ. ശരി. അപ്പോൾ അതും കഴിഞ്ഞു. നിങ്ങൾ ഹാപ്പി ആയില്ലേ? ഞാൻ ഹാപ്പി. നിങ്ങൾ ഹാപ്പി ആയോ? പിൻഡ് മെസ്സേജ് എന്താ? എനിക്കൊന്നും കാണുന്നില്ല. പിൻഡ് മെസ്സേജ് എന്താ ഗൈസ്? എന്താ ഒന്നും കാണുന്നില്ല. ശരത്തേട്ടനെ വിളിക്കാം. ശരത്തേട്ടനെ നമുക്ക് അപ്പോഴത്തേക്കിന് ശരത്തേട്ടൻ വീഡിയോ കോൾ എടുക്കുമെന്ന് തോന്നുന്നില്ല. എനിക്ക് 100% എനിക്ക് ഒരു ഉറപ്പില്ല ശരത്തേട്ടൻ വീഡിയോ കോൾ എടുക്കുമെന്ന്. ശരത്തേട്ടൻ ന്യൂ വീഡിയോ കോളിംഗ് ആണ്. റിങ്ങിങ് പോലും അല്ല. റിങ്ങിങ് ചാറ്റിലുണ്ടാവും കേട്ടോ. ഇപ്പൊ ചാറ്റ് കണ്ടു. ശരത്തേട്ടാ ഹാപ്പി ഓണം ശരത്തേട്ടാ. അതെ എല്ലായിടത്തും ഒരു ഹാപ്പി ഓണം പറ. സദ്യ നടന്നോണ്ടിരിക്കണേ. എടാ ശരത്തേട്ടൻ എല്ലായിടത്തും ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഒന്നും കഴിച്ചിട്ടില്ല. തുടങ്ങുന്നേ ഉള്ളൂ. ചേട്ടാ കണ്ണു വെക്കല്ലേ. ഇവർ 2 വട്ടം കഴിഞ്ഞത് ഇപ്പൊ പായസമായി. ചന്ദ്രനെ കണ്ട ചേട്ടാ? ചന്ദ്രനെ നോക്കിയ ചേട്ടാ? ഇത് കണ്ടോ? കട്ടിങ് ആയണ്ട. പിന്നെ എല്ലാരും ഉണ്ട്, പുതിയ മെമ്പേഴ്സ് എല്ലാരും ഉണ്ട് ചേട്ടാ. കോച്ച് കോച്ച് ഞാൻ വേറെ ആളെ കാണിച്ചു തരാം. എന്ത് അപ്പം എണ്ണീറ്റ് പോയോ? പുള്ളി അവർ 2 പേരും എണ്ണീറ്റ് പോയി ചേട്ടാ. അവര് ദിവ്യയുടെ വീട്ടിലുണ്ട് ചേട്ടാ. ശരി ചേട്ടാ. ശരി. കുഞ്ഞുണ്ട്, 2 പേരുണ്ട്. ഓക്കെ. അങ്ങനെ അതും കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിക്കട്ടാ. ഇവിടെ ചന്ദ്രൻ വെള്ളം തിന്നാൻ കൊടുക്കുക. അവൻ എന്ത് ബ്രോ? അവൻ ഫാറ്റ് കട്ട് ചെയ്തേക്കാണടാ. ഇപ്പോൾ കട്ടിങ് കഴിയുമ്പോഴത്തേന് ഇതാവും. രായൻ. നമുക്ക് രായനെ കൂടെ വിളിച്ചിട്ട് ഇത് നിർത്താം. രായനെ വിളിക്കാൻ എല്ലാവരും പറയാനുണ്ട്. 1 മിനിറ്റ് ഗൈസ്. രായൻ ബാറ്റ്മാൻ അങ്ങനെയൊന്നും പറയല്ലേ നിങ്ങള്? കൂടൽ ബാറ്റ്മാൻ നമ്മക്കുട്ടി വോയിസ് പറയണേട്ടാ. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവര് കഴിക്കട്ടെ. ഈഗിൾ ബ്രോ കഴിക്കട്ടെ. ഈഗിൾ ബ്രോ കഴിക്കുന്ന കുറച്ച് ക്ലോസ് അപ്പ് ഷോട്ട്
ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് സൈഡിൽ കൂടെ പോണേ. അതേപോലെ പോട്ടെ. അപ്പൊ വായിക്കാത്തോട്ട് വെച്ചേ ഇതിങ്ങനെ താളം പറയാനുണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മൾ പിള്ളേർക്ക് വണ്ടിയൊക്കെ ഒന്ന് കാണണം, ഒന്ന് വണ്ടികളൊക്കെ ഒന്ന് കാണിച്ചു തരട്ടെ. അപ്പോൾ ആ പഴവും കൂടെ ഞാൻ ഇവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക്. ബ്രോ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വാ. അത് റേഞ്ച് കിട്ടോ അവിടെ വരെ? റേഞ്ച് ഉണ്ടാവോ? പിന്നെ വഴിയില്ലായിരുന്നു കേട്ടോ. വാ ആരൊക്കെ വണ്ടി കണ്ടിട്ട് വരാം. 50 രൂപ. തിരിച്ചു വരാം. അല്ല, ഒരു വണ്ടിയെ പറ്റി അതിന്റെ എഞ്ചിൻ സീസിയും കാര്യങ്ങളും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഡോർക്കിയുടെ വണ്ടി ആദ്യം. അവിടത്തെ എക്സ്പ്ലനേഷൻ നമ്മളെല്ലാരും കൂടെ ചെയ്തില്ലേ? പകരം വേറെ എന്തെങ്കിലും ചെയ്യണം. വന്ന് ഡോർക്കിയുടെ വണ്ടിയാണ് പണ്ട്. ബോബേ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? ഔട്ട്ഫിറ്റ് ചെക്ക് കൊള്ളാവോ ഗൈസ്? റാൻഡായിട്ട് മേടിച്ച ഔട്ട്ഫിറ്റ് കൊള്ളാവോ ഗൈസ്? റാൻഡായിട്ട് മേടിച്ച. അപ്പൊ ഗൈസ് ഇതാണ് ബ്ലാക്ക് എടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഡോർക്കിയുടെ വണ്ടി ഗൈസ്. ഡോർക്കിയുടെ വണ്ടി ഇതാണ്. മഞ്ഞ് ക്യാമറ ബ്ലർ ചെയ്യണേ. ഒന്ന് മഞ്ഞ് ബ്ലർ ചെയ്യണേ. WW പിന്നല്ല നമ്മള് ക്യാമറ പൊളിയല്ലേ. ഷോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമാറ്റിക് ഷോട്ട് തന്നെ തരും. എന്താ ഭവിഷ്യത്? എന്താ നമ്മള് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. വില്ലത്തി, ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് കാർ? ഓട്ടോമോട്ടീവ് പ്ലീസ്. എനിക്കറിയില്ല, പറയാം എന്തെങ്കിലുമൊക്കെ. നല്ലൊരു വെള്ള കളറാണ്. BM ആണ്. ഇത് ആരാണ്? ഡോർക്കിയുടെ വണ്ടി നമ്മുടെ പയ്യൻ തന്നെ. ഡോക്ടർ യൂസ്ഡ് ആണ്. ഇത് ശരിക്കും ഡോക്ടർ യൂസ്ഡ് ആണ്. അല്ല, ഇത് ഡോക്ടർ യൂസ്ഡ് കാറല്ലേ? ഇത് അതെ, AKFിലെ ഡോക്ടർ യൂസ്ഡ് കാറാണ്. ഇത് അമ്പത്തൂരിന്റെ BM ആണ്. ഇതാണ് അമ്പത്തൂർ രാവിലെ കഴുകിയിട്ട BM. കഴുകിയിട്ട പുള്ളിക്ക് 300 രൂപയാണ് കിട്ടിയത് ഇത് കഴുകിയതിന്. അതെ, സെൻസർ അടിക്കല്ലേ? എണീറ്റ് അടിക്കും കേട്ടോ. അമ്പത്തൂരെ ഇമാതിരി കൂറ കൗണ്ടർ അടിക്കുന്നത്. അവിടെ എന്റെ വേറെ വണ്ടികൾ കിടപ്പുണ്ട്. അങ്ങോട്ട് പോണോ? റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ആ ഡിക്കി ഇഷ്ടപ്പെട്ടായിരുന്നത്? ആ ഡിക്കി ഇതോ ഫ്രണ്ടിൽ നിന്ന് പോകുന്ന ഡിക്കി ഉണ്ടായിരുന്നോ? ആ ഡിക്കി ആണെങ്കിൽ സൂം ചെയ്ത് കാണിച്ചു കൊടുക്കാം. സൈഡ് ബമ്പർ സൈഡ് അല്ല, നേരെ നടന്നാൽ മതി. ഇത് ഏകദേശം 300 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ബൂട്ട് സ്പേസ് ആണ്. മഞ്ഞ് മാറ്റണേ. ഞാൻ ഒരുത്തനെ ഇവിടെ മഞ്ഞ് വിടാൻ സമ്മതിക്കത്തില്ല. എടാ മഞ്ഞ് മാറ്റിക്കോടെ ക്യാമറ. ഒരുത്തനും മഞ്ഞ് വിടണ്ട. മഴയാണ്, ചെറിയ രീതിയിൽ മഴയുണ്ട്. എപ്പോഴാണ് ക്യാമറ? ബാബു ക്യാമറ ഉണ്ടാൻ പറ്റില്ല. ക്യാമറയാണ് പ്രയോറിറ്റി. കൊടയുണ്ടോ? അറിയത്തില്ല. മഴ മാറി, അതത്രേ ഉള്ളൂ. നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ. നിങ്ങൾ വിചാരിക്കുമ്പോൾ മഴ പെയ്യുന്നു, മഴ മാറുന്നു. ഇത് എന്താ ശരിക്കും നടക്കുന്നത് ഇവിടെ? ബ്രാവോ എവിടെ? അപ്പാപ്പൻ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഇങ്ങോട്ട് വന്നേ. ഞാനല്ല, ചാറ്റ് വായിച്ചതാ ഞാൻ. അവിടെ നിന്നേ ഒരു ക്ലോസപ്പ് ഷോട്ട് എടുത്തേ ഈ വണ്ടിയുടെ. ഇനി മറ്റേ സൂമൗട്ടൊക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. വണ്ടിയുടെ ബോണറ്റിലോട്ടൊരു സൂമിൻ. 94 മോഡൽ അംബാസിഡർ ആണ്. ഇത് ഏകദേശം നമുക്ക് 97 മോഡലല്ലേ? 94 മോഡലോ? ഒത്തിരി പഴക്കമുണ്ട് കേട്ടോ. പക്ഷെ ഓടി തുടങ്ങിയത് ഈ ഇടയ്ക്കായിരുന്നു. ഫസ്റ്റ് ഓണറിലാണ്. റണ്ണിങ് കണ്ടീഷൻ ആണ്. അതെ. ടയർ കുറച്ച് തേഞ്ഞിട്ടില്ലേടാ? 97 മോഡല്. 92 മോഡലാണ്. ഇത് ലാസ്റ്റ് വണ്ടിയായിരുന്നു കമ്പനി ഇറക്കിയ. പ്രൊഡക്ഷൻ നിർത്തിയതാണത്. ആ ഗ്യാപ്പിൽ പഴയ അംബാസിഡർ ഓടിക്കളഞ്ഞു. ആ ഗ്യാപ്പിൽ 17 കിലോമീറ്റർ ഓടില്ല.
സക്കനോ? അത് 2024 മോഡലുകളാ. ചോദിക്കാൻ മറ്റേ ലവ് ഓർ മണി മണി എന്ന് പറയുമ്പോൾ മണി തെറ്റ. ശരി. ഗൈസ് നമുക്ക് നമ്മുടെ തോമ എത്തിയിട്ടുണ്ട്. നീ അല്ല ശരി. ഓക്കെ ഒന്ന് സൂം ചെയ്തോ, ഒന്ന് അടുത്ത ഓക്കെ. കുറച്ച് ഒരു ക്ലോസപ്പ് വേണ്ടേ, ഫുൾ ഓൾമോസ്റ്റ്. ഓക്കെ, അപ്പൊ തോമ ക്വസ്റ്റ്യൻ ഇതാണ്. ചോദിക്കേ. ലവ് ഓർ മണി? ലവ്. നിനക്ക് ഏതെങ്കിലും ഒരു മണി തോണ്ടണം. ലവ് ഓർ മണി? മണി. സാധനം ഇല്ലടാ, ലവും ഇല്ല മണിയില്ല. ഇതെന്ത് ജീവിതമാടാ? എടാ പാതി ഫോണില്ലടാ ഇതിലിപ്പോ. ഫോണിങ് എടുത്താടാ. അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞത്. പോ അങ്ങോട്ട് പോ, മാറിക്ക്. അടുത്ത ഗൈസ്. അപ്പൊ നമുക്ക് വണ്ടിയുടെ പറ്റി സംസാരിക്കാം. മെറ്റിയോ ബാബു അങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ട് വന്നോ. ജസ്റ്റിന് എൻട്രൻസ് കാണിക്കല്ലേ. വഴി വെച്ച് മനസ്സിലായല്ലേ? എടാ അമ്പത്തൂര് ഒന്ന് പറഞ്ഞുതരാം അവരുടെ അടുത്ത്. ബ്രോ സീനാവൂട്ടാ, അതുകൊണ്ടാണ് കേട്ടാ. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് വന്നേനെ. ബാക്കി വഴിയും കൂടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഇതായി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ടാ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ബൈ. അപ്പൊ നമുക്ക് വണ്ടിയോട് പറയുവാണെങ്കിൽ ഇതാണ് നമ്മുടെ വാസുജിയുടെ താർ, ഓഫ് റോഡിങ് താർ. പുള്ളി ഇതിലാണ് ഓഫ് റോഡിങ് ചെയ്ത് പഠിക്കുന്നത്. അതിൻ്റെതായ കുറച്ച് കുറവുകളുണ്ട്. 4 മാസം കൊണ്ട് 6 ടയർ മാറിയിട്ടുണ്ട്. ഇത് 6ാമത്തെ ആണെന്ന് തോന്നുന്നു. അല്ലേ, ഇത് 6ാമത്തെ ടയറാണെന്ന് തോന്നുന്നു. ഇത് സംഭവം ഇത് പുള്ളി ഇതുവരെ മാറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്ക്രൂ അല്ല, വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലാസ്റ്റ് ടൈം ഒരു മരത്തിൽ കൊണ്ട് ഇടിച്ചു, പൊട്ടിപ്പോയത്. വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ടയറിന് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് പുള്ളിയുടെ ഒരു വണ്ടി എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയെ പറ്റി വെളിയിൽ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? പുള്ളിയുടെ വണ്ടിയാന്ന് തോന്നുന്നു. ഗൈസ് അടുത്തതായിട്ട് റെഡ് ബാൻഡ് റേസിംഗിൽ ട്യൂൺ ചെയ്ത കണ്ണാപ്പിയുടെ ഓട്ടോറിക്ഷ, 3 സിലിണ്ടർ ഓട്ടോറിക്ഷ. സിഗ്മ മെയിലാണോ? നമുക്ക് ഇപ്പൊ ചെക്ക് ചെയ്യാം. ഓക്കെ, അമ്പത്തൂര് സീരിയസ് സിഗ്മ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു തവണ പറയത്തുള്ളൂ. ലവ് ഓർ മണി? ലവ്. തട്ടനാണെ തട്ടിക്കോ, അത്ര താല്പര്യമാണെ തട്ടിക്കോ. അത് വലിയ മണി അടിച്ച് മസിലുള്ള മണിയാ. നിന്റെ കൈ നോക്കട്ടെ, നിനക്ക് എങ്ങനെ അറിയാടാ മസിലുള്ള മണി? അത് നിന്റെ അടുത്ത് എന്തിനാ നമ്മൾ പറഞ്ഞത്? നിനക്ക് മണി ഉണ്ടോ? വൈര്യ മാറിയില്ലേ? മണി പിടിച്ചടിക്കും. മണി ഉള്ളവരോടല്ലേ സംസാരിക്കണം, മണി ഇല്ലാത്തവരോട് സംസാരിച്ചിട്ടില്ല. അതൊന്ന് കാണിക്കാം, മുഖം ഒന്ന് കാണിക്കാം ആ പുള്ളിയുടെ. നൂറുമ്പോ തീട്ടം കൊണ്ട് ആറാട്ട്. ഒരു ഇതിന്റെ അകത്തൊരു എക്സ്ക്ലൂസീവ് ക്ലിപ്പ് കാണിച്ചാൽ കേട്ടോ. വലിയ ഒന്ന് പറഞ്ഞത് ചാറ്റിൽ ഒരുപാട് പേര് വില്ലമ്മയോട് ചോദിക്കാൻ പറയുന്നു. എന്തൊക്കെ തരം മനുഷ്യരല്ലേ. അടച്ചോ. ഇതാണ് വില്ലംബ്രോയുടെ വണ്ടി. ഇതിന്റെ സൈഡ് സ്റ്റിക്കറൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. വില്ലത്തിയുടെ ചാനലിലാണ് ഗൈസ്. 2 സ്റ്റേറ്റ്സിന്റെ നമ്മുടെ വില്ലത്തിയുടെ സ്ഥിരമായിട്ട് വ്ലോഗ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെ നടുക്കോട്ട് വരാം. ജനറൽ വാന്ന് നടുക്കോട്ട് വന്ന് ഒന്ന് കുറച്ച്
എന്താ ഊക്കാനാന്ന് എനിക്കറിയാം. ഇഷ്ടപ്പെട്ട അത് ആരാ ടി വിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓക്കെ ഓണസ്റ്റ് ആയിട്ട് പറയണം. ടി വിയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആളുടെ പേര്. ബുദ്ധിയുള്ള ആളുടെ പേര് ബാബു. കറക്റ്റാണ്. അടുത്തത് മറ്റേ ടർഫിൽ ഇതുവരെയുള്ള റെക്കോർഡ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ കില്ലെടുത്തിട്ടുള്ള ആൾ. കണ്ണാപ്പി. കറക്റ്റ് ഉത്തരം. താങ്ക് യു ബ്രോ, താങ്ക് യു. പിന്നെ അടുത്ത ഞാൻ ചോദിക്കാം, ലവ് ഓർ മണി? ലവ്. കൈ ആട്ടി ആട്ടി നിൽക്കാൻ പറ്റില്ല. മണി കയറി പിടിക്കാൻ അമ്മയപ്പങ്ങളൊക്കെ ഉള്ള ഇല്ലത്തി മണീന്ന് അങ്ങ് പറഞ്ഞാൽ തരുന്നു സുഖമെങ്കിലും കിട്ടി. അവരാണെങ്കിലേ പായസത്തിന്റെ കൂടെ പഴം കിട്ടിയെന്ന് പറഞ്ഞ് നിൽക്കോ. വഴിയേ വന്ന് നീയാണെല്ലാം കൊണ്ടത്. അപ്പൊ കണ്ണാപ്പിന്റെ വണ്ടി പറ്റി പറഞ്ഞില്ല ഗൈസ്. ഇത് ശരിക്കും ഒരു ഏറ്റവും താഴത്തെ ഓപ്ഷൻ. മണി ഉള്ളവരടുത്ത് ചോദിക്കാൻ പറ്റുള്ളത്. ഡ്രീമറിനെ ചോദിക്കാനോ ഗൈസ്? ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബേസ് മോഡൽ വണ്ടിയാണ്. അല്ലല്ല, GT ആണ് 25 ലക്ഷത്തോളം ഞാൻ കഷ്ടപ്പെട്ട് മുടക്കിയ വണ്ടിയാണ്. ഇന്നലെ ഒട്ടിച്ച GT-യുടെ സ്റ്റിക്കർ. ഇന്നലെ ഒട്ടിച്ച GT-യുടെ സ്റ്റിക്കർ ഗൈസ്. പിന്നെ പക്ഷെ അകത്ത് കയറുമ്പോഴത്തേക്ക് GT-യുടെ പെർഫോമൻസ് തന്നെ ആവശ്യമായിട്ട് സ്റ്റേജ് +2+++. എടാ അതേനെ വാങ്ങിച്ചപ്പോ കിട്ടിയതല്ലേ, ലിപ്പ് ചെയ്തതല്ലേ. എന്താണേലും ആവശ്യം. നമ്മളെ പൈസ ഇല്ലാത്തവർ സ്റ്റേജ് 2 ചെയ്യുന്നു, പൈസ ഉള്ളവർ GT എടുക്കുന്നു. അത്രേ ഉള്ളൂ. പൈസ ഉള്ളവർ GT എടുത്തതോ, അത് GT വരെ തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞ കഴിച്ച് ഇത് കാറാണില്ല, അകത്ത് ഓട്ടോറിക്ഷയുടെ 3 സിലിണ്ടർ എഞ്ചിനാണ് കഴിച്ച് വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരു 3000-4000 RPM മേലെ പോകുമ്പോൾ ഓട്ടോറിക്ഷ അവന്റെ അച്ഛനാണ്. അല്ലല്ല, EMI ഒക്കെ കഴിഞ്ഞ് ഒരു വർഷം കാശുള്ളവർ അവന്റെ അച്ഛനാണ്. ഒരു വർഷം കായംകുളം ജംഗ്ഷനില് 6 വീടിന്റെ ഓണറാണ് ഇവന്റെ അച്ഛൻ. 6 വീട് വാടകയ്ക്ക്. അങ്ങനെയാണ് ഞാൻ സ്ട്രീം ചെയ്ത ഇവിടെ വീട്ടിൽ വെറുതെ ഇരുന്നേനെ അച്ഛന്റെ പൈസയില്. നിനക്ക് തികയുന്നില്ല. അച്ഛൻ മോൻ തെണ്ടി ഉണ്ടാക്കുന്നു. ഇന്നലെ ആരോ എക്സാമ്പിൾ എന്റെ അടുത്ത് പറയല്ലേ, ഞാൻ ചോദിച്ചേടാ ഇപ്പൊ മറ്റേ ഷിൻചാൻ എന്ന് പറഞ്ഞിട്ട് മറ്റേ വോയിസ് ഓവർ ചെയ്ത് ഞാൻ അപ്പൊ ആരുടെ അടുത്ത് പറഞ്ഞത് അല്ല നമ്മുടെ ഇവന്റെ അടുത്ത് സിംഗിൾ ലോലിന്റെ അടുത്ത് പറഞ്ഞേ, എടാ നീയൊക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യടാ. നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ പൈസക്ക് അത്യാവശ്യമാണെങ്കിൽ ഒരു സൈഡ് ലൈവ് സ്ട്രീമിംഗ് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യും. ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നിനക്ക് ഒരു മോഡിഡ് അറിയെങ്കിൽ ചെയ്യാലോ, വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാതെ കുഴപ്പമൊന്നുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അവരെ എൻ്റെ അടുത്ത് അവൻ പറയല്ലേ, അതിനും വിധം കണ്ണാപ്പി ചെയ്യുന്ന പോലെ തെണ്ടിയാ പോരെയെന്ന്. സിംഗിൾ ലോലൻ പറഞ്ഞല്ലേ കീരി. നമുക്ക് പൈസയൊന്നും ഇല്ലാത്തോണ്ട് ആവശ്യമായിട്ട് ഈ ഗോളൊന്നും ആരും അടിക്കുന്നില്ലല്ലോ. ഈ നമ്മള് പൈസ ഭാവിച്ചതിനെ ബിസിനസ് ഒന്നും ചെയ്ത് ജീവിക്കുന്നവരല്ലോ ആവശ്യമായിട്ട്. നമ്മള് അന്നന്ന് യൂട്യൂബിലെ പൈസ കൊണ്ട് നമ്മൾ ജീവിക്കുന്നവരാണോ ആവശ്യമായിട്ട്. അപ്പൊ ഇങ്ങനെ അതിശയിപ്പിക്കരുത് ആവശ്യമായിട്ട് ബാക്കിയുള്ളവരെ. ബിസിനസ് മര്യാദയ്ക്ക് ഗൾഫിൽ ചെയ്തോണ്ടിരുന്ന ഗോളടിക്കും 10 ഇടും. ഗൾഫിൽ മര്യാദയ്ക്ക് ബിസിനസ് ചെയ്തോണ്ടിരിക്കുന്ന അച്ഛനെ ലോക്കം വന്നപ്പോഴത്തേക്ക് അച്ഛൻ എല്ലാം നിർത്തി വന്നവരെ നാട്ടിൽ വിളിച്ചെടുത്തി തിരിച്ചുവിടാൻ വേണ്ടി ട്രൈ ചെയ്താണ്. അച്ഛൻ അടുത്ത ആഴ്ച കയറി പോവാ. അപ്പൊ ഇതാണ് GT, ഇതാണ് ഫേക്ക് GT ഗൈസ്. അപ്പൊ വോക്സ്വാഗൺ ഫേക്ക് GT, ഇത് ഒറിജിനൽ GT ആണ്. ടൈഗുൺ അല്ലേ ഇത്? ടൈഗുൺ അല്ലേ ഇത്? എയറോഡൈനാമിക്സ് വെച്ച് വിർട്ടസിന്റെ അടുത്ത് എയറോഡൈനാമിക്സ് വെച്ച് വിർട്ടസാ. ഗൈസ് ഇനി അടുത്ത് നിങ്ങൾക്ക് കാണേണ്ടത് ഏതാണ്? ബഗ്ഗിന്റെ ഗൈസ് താക്കോൽ വാങ്ങിക്കട്ടെ. ബഗ്ഗിന്റെ താക്കോൽ ഇതാ. ബഗ്ഗിന്റെ താക്കോൽ ഇങ്ങ ഹൈഡ്രോളിക് അപ്പ് ചെയ്യാൻ പോണേ, പറഞ്ഞോ ഇല്ലെങ്കിൽ ഞാൻ ഓടിച്ചിടും എല്ലാം കൂടെ. വാ ബ്രോ. നമുക്ക് ഇനി അടുത്ത് ചന്ദ്രന്റെ ബഗ് ലിഫ്റ്റ് എടാ കണ്ണാപ്പി വാ. ബഗ് ഒന്ന് ഇത് എയർ അപ്പ് ചെയ്തേ. വാ ഗൈസ്. അപ്പൊ നമുക്ക് ബഗ്ഗിന്റെ പെർഫോമൻസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ബഗ് നമ്പർ പ്ലേറ്റ് വ്യക്തമായിട്ട് കാണിക്കണം. നമ്പർ പ്ലേറ്റ് മാക്സിമം ഇല്ല, ഇത് കസ്റ്റം വേറെ ഒന്നും ചെയ്തിട്ടില്ല ഗൈസ്. ഇതിന്റെ സസ്പെൻഷൻ മാറ്റിയിട്ടുണ്ട്, ബാഗ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തടിക്കുക? ഓക്കെ ഗൈസ്, ഇത് കീലസ് എൻട്രിയാ. കീലസ് ഒന്നും അല്ല, കീലസ് എൻട്രി അല്ലേ? അതൊക്കെ ഏത് വർഷം? എടാ ക്ലച്ച് വിട്രാ. ഇതാക്കിയേ ഫുൾ ബാഗ് ചെയ്തിട്ടിരിക്കുക ഗൈസ്. ബാഗ് ഗൈസ്.
സൗണ്ട് ചെയ്യിപ്പിച്ചാൽ നമ്പർ പ്ലേറ്റ് കാണിക്കില്ലേ? അയ്യോ കാണിച്ചു. ഇനി റേസ് ചെയ്യല്ലേ? ഇനിയിപ്പോൾ പെട്ടുപോവേ. ഇനി റേസ് ചെയ്യണ്ട. സാധാ സൗണ്ടോ? സ്റ്റോക്ക് സൗണ്ടാടാ ഇതിൽ. മാറും. ലിഫ്റ്റ് ചെയ്തടാ. നമ്പർ പ്ലേറ്റ് കാണിക്കില്ല. ആ സൈഡ്. അപ്പോൾ ഈ വണ്ടിയല്ലേ പുതിയ വണ്ടിയാണ്. ഒരു മിനിറ്റ് ഗൈസ്, ഒരു മിനിറ്റ്. ഈ വണ്ടി കംപ്ലൈൻറ്റാ ഗൈസ്. ഒറ്റ മിനിറ്റ്. എടാ വണ്ടി മാറ്റിയിട്ട് വേറെ വണ്ടി ഇട്ടേടാ. അപ്പുറത്ത് വണ്ടി. വണ്ടി മാറ്റിയിട്ട് പുതിയ വണ്ടി എടുത്തിട്ടു. ഇതിന് സ്റ്റാർട്ട് ചെയ്തിടാ. മറ്റേ വണ്ടി മാറ്റിയല്ലോ. സ്റ്റാർട്ട് ആവില്ല. ഇത് സ്റ്റാർട്ട് ചെയ്തു. മറ്റേ വണ്ടി മാറ്റിയല്ലോ. ഇല്ല ഇത് മാറ്റി. ഇത് പുതിയ വണ്ടിയാ, വേറെ വണ്ടിയാ. ഇത് വേറെ വണ്ടിയാ, പഴയ വണ്ടിയല്ല. ഇത് ബഗ് അല്ല, ഇത് തഗ്ഗാണ് ഈ വണ്ടിയുടെ പേര്. ആ ഇതിൽ ചെറിയ സൗണ്ടൊക്കെ കേൾക്കും. നിങ്ങൾ വേണമെങ്കിൽ ബാക്കിലോട്ട് ഇനി വരല്ലേ? ലിഫ്റ്റ് എടാ ഗണപതി ലിഫ്റ്റ് ചെയ്ത്. കംപ്രസർ അടി. ലിഫ്റ്റ്. ഇത് പഗ്ഗാണ് ഗൈസ്. ഇത് പഗ്ഗിന്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടത്. പഗ് ഇതുപോലത്തെ 2 വണ്ടി കൂടെ ഉണ്ട്. ഇത് സെയിം കളർ സെയിം മോഡിഫിക്കേഷൻ ചെയ്ത് 2 വണ്ടി കൂടെ ഉണ്ട് ഗൈസ്. കണ്ണാപ്പിയെ കൊണ്ട് പറ്റാത്തത് നമ്മുടെ ഓണർ ചെയ്യുന്നതായിരിക്കും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. എന്തിനാ പോയ വണ്ടി കെട്ടി വെച്ചോണ്ട് വണ്ടി പോയാൽ നിന്റെ കുണ്ടി എടുത്താലും നമ്മൾ തിരിച്ചെടുക്കും. കണ്ണാപ്പിയെ കൊടുക്കും. പഴയ പോലെ ഡിമാൻഡ് ഒന്നുമില്ല. ഉണങ്ങിയടാ ഉണങ്ങി കുണ്ടി മുണ്ട് കത്തല്ലടാ അതിന്റെ. മതി. പെട്രോൾ നിന്ന് കാണിക്കുന്നതാ അതില്. അധികം പൊട്ടിച്ചാൽ ഇനി ഒന്ന് എയർ ലിഫ്റ്റ് ചെയ്ത് കാണിച്ചോടാ. വണ്ടി പൊങ്ങുന്ന നോക്കിക്കോ. ഈ സൈഡ് നോക്കിക്കോ. ചന്ദ്രൻ ആകെ പൊങ്ങുന്നതായിട്ട് പറയും. വണ്ടിയിൽ സാധനം മാത്രമേ ഉള്ളൂ. ചന്ദ്രനെ പൊങ്ങുന്നുണ്ട്. അത് ഈ വണ്ടിയാണ് ഗൈസ്. കണ്ടോ? ചന്ദ്രന്റെ ഏക പൊങ്ങുന്ന സമ്പാദ്യം. ചന്ദ്രൻ ഇനി താത്തിക്കാടാ. കണ്ടോ ഗൈസ്? കണ്ടോ? ഏക പൊങ്ങുന്ന സമ്പാദ്യം. ചന്ദ്രൻ ഇനി താത്തിക്കാടാ. കണ്ടോ? അവൻ പറയുമ്പോ പൊങ്ങും, അവൻ പറയുമ്പോ താഴും. സൗണ്ടൊക്കെ കേൾക്കും താഴുമ്പോ. കണ്ടോ ഗൈസ്? കണ്ടോ? ഏതാ ചന്ദ്രൻ വീട്ടിൽ പോകുമ്പോ ഇതെടുത്ത് ഊരി മടിക്കെട്ടി വെക്കും അല്ലേ? നമ്പർ പ്ലേറ്റ് വ്യക്തമായിട്ട് കാണിക്കുന്നതാണ്. പിടിച്ച് കണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേസ് കാര്യങ്ങൾ. പിന്നെ കേസ് നമ്മളൊരു ചെറിയ വണ്ടിയുണ്ട്. ഇതിൽ മോഡിഫിക്കേഷൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇത് നമ്മൾ ഓഫ് റോഡിങ് ചെയ്യുന്ന നമ്മുടെ ഒരു സ്പെഷ്യൽ വണ്ടിയാണത്. കുറച്ച് നമ്മൾ ഓഫ് റോഡിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വണ്ടി കഴുകാറില്ല, ചെളിയാണെന്ന് കാണിക്കാൻ വേണ്ടി. കാരണം സ്ഥിരം ഓഫ് റോഡിൽ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഇടയ്ക്കായിട്ട് കഴുകിക്കൊണ്ടിരുന്നപ്പോൾ വിരലുകൊണ്ട് തൊട്ടപ്പോൾ ഇതിൻ്റെ ഒരു സെൻസർ അകത്ത് പോയിട്ടുണ്ട്. അത് ഞാൻ ഉടനെ ശരിയാക്കുന്നതായിരിക്കും. ഈ വണ്ടി പറ്റി പറയാൻ ഇത്രയേ ഉള്ളൂ. നാളെ സ്റ്റേജ് ട്യൂൺ ചെയ്യുന്നതാണ് ഈ വണ്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്സ് നാളെ കാണിക്കാം. പക്ഷേ ഞാൻ സൈലൻസർ ഒന്നും മാറ്റത്തില്ല കേട്ടോ. ഡീസൽ വണ്ടിയായിട്ട് കളിപ്പാവും. വീഡിയോ കാണിച്ചല്ല നീ? വീഡിയോ കാണിച്ചല്ല. ഞാൻ ലൈവിൽ വീഡിയോ കാണിച്ചില്ല കോച്ച്. ചുമ്മാ ഗൈസ് കോച്ചിന്റെ വീഡിയോ ഞാൻ ലൈവിൽ കാണിച്ചോ? നിങ്ങൾ ചാറ്റ് നോക്ക് കോച്ച്. കാണിച്ചോ കോച്ച്? പറ. ഇല്ലെന്നാ? ഇല്ല. വിഷങ്ങൾ കാണും കോച്ച്. സത്യം ശരിക്കുള്ള ഏറ്റവും കൂടുതൽ എസ് ആണ്. ഇല്ലെന്നാ പറഞ്ഞത്. വേറൊരു വണ്ടി ഉണ്ടായിരുന്നു, സുന്ദരി. മതിലിടിച്ച് ഇവന്റെ ഒരു സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അത് മതിലുമായിട്ട് ചേർന്ന് ഒന്നായി. ഇപ്പൊ വണ്ടിക്കകത്ത് 6 കെട്ടുള്ള മതിൽ കെട്ടിയിട്ടുണ്ട്. വണ്ടി കോമയിലാണ്. വെന്റിലേറ്റർ ഒന്ന് മാറ്റിയിട്ടുണ്ട്. സുന്ദരിക്ക് വേണ്ടി ലൈവ് ഇടുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ അടുത്ത പരിപാടികളിലേക്ക് കിടക്കാം. അപ്പൊ വണ്ടി കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത് നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. പിന്നെ ഗൈസ് ഞാൻ എന്തോ പറയാൻ വന്നു, പക്ഷെ മറന്നുപോയി. പക്ഷെ എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. ഗൈസ് നമുക്കപ്പോൾ കസേര കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് കസേര കളിയാണോ അടുത്തത്? സുന്ദരിക്ക് പൊട്ടുതൊള്ളെന്നൊക്കെ പറയുന്നുണ്ട്. സുന്ദരിയായിട്ടൊരു ഓട്ടോറിക്ഷയിലൊരു പടം വാങ്ങിച്ചോണ്ട് വരാം. ബ്രോ നിങ്ങൾ ഇനിയിപ്പോൾ കഴിച്ചിട്ടോ ബ്രോ? അല്ല ആൾ മാറിയല്ലേ? ഓക്കെ ഡൺ. ആ ചന്ദ്രബാ കുറച്ചേരം സംസാരിക്കலையா? ഞാൻ കുറച്ച് പായസം കൂടി.
അവൻ സ്വന്തമായിട്ട് വ്ളോഗ് എടുത്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സെൽറ്റോസോ? സെൽറ്റോസിന് അതിന്റെ ഓണർ വരണം കൈസ്, അതായത് വിനീത് വരണം. അവിടെ ഉണ്ടല്ലോ സെൽറ്റോസിന്റെ ഓണർ ഒന്ന് വിളിക്കാം. ഓണർ അയ്യോ ഇതല്ല ഒറിജിനൽ ഓണർ വിനീത്. ഒറിജിനൽ ഓണറാണേ. ഒന്ന് ഓണായി കാണിക്കാവോ? സെൽറ്റോസ് ഒന്ന് കാണിക്കാവോ? നമ്മൾ വണ്ടി ഫ്ലെക്സിംഗ് ആണ് ചെയ്തോണ്ടിരുന്നത്. വണ്ടിയുടെ കംപ്ലീറ്റ് കാണിക്കണം. വണ്ടി ഫ്ലെക്സിംഗ് ആണ് നടക്കുന്നത്. ഒന്ന് വണ്ടി കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുമോ ഗൈസ്? ഇത് തൽക്കാലം ഒറിജിനൽ ഓണർ വന്നിട്ടില്ല, സെക്കൻഡറി ഓണർ ഇവിടെ എത്തിയിട്ടുണ്ട്. സെൽറ്റോസിന്റെ ഞാൻ ഫുഡ് കഴിച്ച് മൈക്ക് കൊടുത്തു തരണം. അല്ല പിടിച്ചു കൈ പിടിച്ചു. നമ്മള് ബാക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കല്ലേ. സെൽറ്റോസിന്റെ സെക്കൻഡറി ഓണർ എത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പം അതിന്റെ അറിയാവോ, ഓണറിന് അറിയുന്നത്ര അറിയാവോ കാര്യങ്ങൾ? പുള്ളി അത്ര അറിയില്ലെന്നാണ് പറയുന്നത്, പക്ഷെ അറിയുന്ന പോലെയൊക്കെ കാണിച്ചു തരും. പറ്റുന്ന പോലെ ചെയ്താൽ അല്ലേ. ബൂട്ട് ഒന്ന് ഓപ്പൺ ആക്കണേ, പാട്ടും കൂടെ ഒന്ന് ഇടേണ്ടി വരും. അതെ, പറ്റുന്ന ഏതെങ്കിലും നല്ലൊരു പാട്ട് കൂടെ ഇടേണ്ടി വരും. ഗ്ലാസ് ആണോ? പിന്നെ എടുത്തോളാം ഞാൻ. ഇപ്പൊ സമയമില്ല എടുക്കാൻ. ഓണർ കാണിക്കണ്ട, നമുക്ക് വണ്ടി വേണ്ട. ഓണറെ കാണിക്കേണ്ട ആവശ്യമില്ല, കുഴപ്പമില്ല. വണ്ടി കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ചെറിയ അപ്പുറത്തെ സ്റ്റിക്കർ ഉണ്ട്. മൈക്ക് പോയോ? ഇതുണ്ട്, അതില്ല. ഇതില്ലേ? ഇതുണ്ട്. സെറ്റാണോ? അത് രണ്ട് ഓണാണ്. ഇത് സ്റ്റോക്ക് സൗണ്ട് ആണ്. മൈക്ക് പോയിരിക്കുകയാണ്. അടുത്ത ഓക്കെ. അയ്യോ, ബാക്ക് തുറന്ന് പാട്ടിടേണ്ടതാണ്. അടുത്ത ഡിക്കി ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. നമ്മള് ഡിക്കിയാണ് കൈസ്. അടുത്ത നിങ്ങൾ ക്യാമറ ഒന്ന് ഡിക്കിയിലോട്ട് ഫോക്കസ് ചെയ്യാവോ? ബൂട്ട് തുറന്നു. സർപ്രൈസ് ഇല്ല, തുറന്നിട്ടില്ല. സെറ്റ് അങ്ങനെ. അമ്പമ്പോ. ഓ ഇതിൻ്റെ അകത്ത് ഫുൾ പി സിക്കകത്ത് വരുന്ന കമ്പോണൻസ് കാണിക്കുന്നത്. പി സിയുടെ അകത്ത് വരുന്ന മൊത്തം സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. കൂളിംഗ് ഫാനും കൂളറും സാധനങ്ങൾ. പാട്ടായി കേട്ടോണ്ടിരിക്കും ഗൈസ്. അവസാനം തീരത്തുമില്ല. ഇതിലെന്താ തണുത്തോളൊക്കെ പച്ചവെള്ളമല്ലേ? അല്ലേ പിന്നെ പച്ചവെള്ളം ഇത്തിരി നിറച്ച് തരത്തില്ലല്ലോ. പിന്നെ പച്ചവെള്ളമാണത്. ഇതെന്താ ഇത് ഒറിജിനൽ ആയിരുന്നോ? ഇത് മറ്റേ
അഡ്ജസ്റ്റ് ചെയ്യുമ്പോ ഇത് അഡ്ജസ്റ്റ് ആവുന്നതാണോ? അഡ്ജസ്റ്റ് ആവൂടാ. ഈ ഷെയ്ഡ് ഇപ്പർ ഷെയ്ഡ് നോക്കി ഡിഫറൻസ് തിരിക്കുമ്പോ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. എന്റെ ചാർജ്